കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പലരും പറയുന്ന ഒരു കോമൺ ഡയലോഗ് ഉണ്ട്. എനിക്ക് നിങ്ങളോട് എന്തോ ഒരു താല്പര്യം തോന്നുന്നില്ല, ഞാനിവിടെ ഒട്ടും ഹാപ്പി അല്ല, അതുപോലെ തന്നെ എനിക്കെൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് മറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതൊന്നും അവർക്ക് ഷെയർ ചെയ്ത് ചോദിച്ചു നോക്കൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിന് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു ബന്ധത്തിലോട്ട് പോയത് എന്നുള്ളത് ഞാൻ പേഴ്സണലി കണ്ട ചില കേസസ് പറയാം. ഈ കേസസിലെല്ലാം ഞാൻ കോമൺ ആയിട്ട് കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുൻപ് ഒരു അഫെയർ ഉണ്ടായിരുന്നു, പക്ഷെ ആൾ അതിൽ നിന്നും ഫുള്ളി റിക്കവർ അല്ല, എന്നിട്ടും പുതിയൊരു റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്തു. ബട്ട് വൈ? നിങ്ങൾക്കൊരാളോട് ഇപ്പോഴും ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് നോർമലാണ്, പക്ഷേ അത് ക്ലിയർ ആക്കാതെ മറ്റൊരാളുടെ ലൈഫിലോട്ട് കടക്കുന്നത് കുറച്ച് സെൽഫിഷ് അല്ലേ? കാരണം നിങ്ങൾ പിന്നീട് പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് നിങ്ങളോട് ഒരു താല്പര്യം തോന്നുന്നില്ല. അത് കേൾക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ എത്രത്തോളം പെയിൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ നിങ്ങൾക്കൊരു പഴയ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫുള്ളി റിക്കവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ പുതിയൊരു ബന്ധത്തിലോട്ട് പോവാതിരിക്കുക. അതൊരിക്കലും ഒരു ലവ് അല്ല, അത് ആ ആളെയും ആ ആളുടെ ഫാമിലിയെയും ഡാമേജ് ആക്കത്തേ ഉള്ളൂ. മറ്റൊരാളുടെ ലൈഫ് ഒരിക്കലും ഒരു ഓപ്ഷൻ ആക്കരുത്. എനിക്ക് പറ്റില്ല, എനിക്കൊരു ഫീലിങ്സും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മൂവ് ഓൺ ആകുമ്പോൾ ആ ഡയലോഗ് കേൾക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് അതൊരു ലൈഫ് ലോങ് പെയിൻ ആയേക്കാം. സോ നിങ്ങൾ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് ഫുള്ളി റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു പുതിയ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാം. അല്ലാതെ ഒരു വ്യക്തിയുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫിലോട്ട് പോവാണ്ടിരിക്കാം.